നമസ്കാരം. എല്ലാ ഹിന്ദു സഹോദരന്മാർക്കും നമസ്കാരം. എന്റെ പേര് പത്മനാഭൻ അടിയോടി. ഞാൻ സഞ്ജീവനിയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റാണ്. അപ്പോ ഇന്നത്തെ ചിന്താവിഷയം ലവ് ജിഹാദ് എന്നാണ് ചിന്താവിഷയം. ഇപ്പോ ഭാരതം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ലവ് ജിഹാദാണ്. ഇപ്പൊ നമ്മളിതിപ്പോ ഹിന്ദു രാഷ്ട്രമാണെന്ന് എപ്പോഴും പറയാറുണ്ടെങ്കിലും വാസ്തവം പറഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയാണ്. ഇങ്ങനെ വർദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് അടുത്ത് തന്നെ ഇത് മുസ്ലിം രാഷ്ട്രമാവും. ഇപ്പൊ നമ്മുടെ ചില ഗവേഷണങ്ങൾ പറയണത് എന്താ വെച്ചാൽ 25 കൊല്ലം കഴിഞ്ഞാൽ, അതായത് 2040 ആവുമ്പോഴേക്കും ഭാരതം ശരിക്കും ഒരു മുസ്ലിം രാഷ്ട്രമാവും എന്നാണ് പറയണേ. അപ്പോ അത് വളരെ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണത്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ശരിക്കും ഒരു പാകിസ്ഥാൻ പോലെയല്ലേ അത്. പിന്നെ ഭാരതം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ ഇവിടെ അപ്പൊ 2040 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മുഴുവൻ അറബിയാണ് ഭാഷ വരാൻ പോണേ. പിന്നെ അതേപോലെ നമ്മുടെ അമ്പലങ്ങളൊക്കെ അടച്ചു പൂട്ടേണ്ടി വരും. പിന്നെ ഹിന്ദു സ്ത്രീകൾ ഇങ്ങനെ പർദ്ദയിടണം എന്നൊക്കെ പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി വരും ഒരു 25 കൊല്ലം കഴിഞ്ഞാൽ. അപ്പൊ നമ്മളിതിന് വളരെ അടിയന്തരമായിട്ട് നടപടികൾ എടുത്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉറക്കം നടിച്ചിട്ട് കാര്യമില്ല. ഹിന്ദു ഉണരണം, എന്നാലേ ഇത് ശരിയാവുള്ളൂ. അപ്പോൾ ഇത് നീറുന്ന പ്രശ്നമാണ്, അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോ എന്താണ് നടപടി വേണ്ടത്? ഇപ്പൊ ഞങ്ങൾ തൃശൂർ ജില്ലയിൽ ഞങ്ങൾ ഇത്തിരി കാര്യമായിട്ട് ചിലതും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ വെച്ചാൽ തൃശൂർ ജില്ലയിൽ സഞ്ജീവനിയും പിന്നെ ഹനുമാൻ സേനയും കൂടി ചേർന്നിട്ട് ലവ് ജിഹാദിനെതിരെ വളരെ ശക്തമായിട്ട് ഞങ്ങൾ നടപടികളെടുത്തിട്ടുണ്ട്. പലയിടത്തും ഞങ്ങൾക്ക് പരാതി ലഭിക്കാറുണ്ട്. ഇങ്ങനെ ഹിന്ദു സഹോദരിമാരെ ഈ മുസ്ലിം ചെക്കന്മാര് വളയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞ പരാതി വരുമ്പോൾ ഞങ്ങൾ ഉടനെ ഞങ്ങള് നടപടിയെടുക്കും. പിന്നെ അങ്ങനെ വശീകരിക്കാൻ ശ്രമിക്കണ മുസ്ലിം ചെക്കന്മാരെ ഞങ്ങൾ തല്ലി ഓടിക്കും. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ തൃശ്ശൂരില്. പക്ഷെ എല്ലായിടത്തും ഞങ്ങൾക്ക് അതേപോലെ ഒരു റീച്ച് കിട്ടുന്നില്ല. അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. എന്നാലും ഞങ്ങളുടെ പരിശ്രമത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ചെയ്യേണ്ട ഒരു 10 ഇനം പരിപാടികൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് എല്ലാ ജില്ലയിലും വ്യാപിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. അപ്പോ എല്ലാവരും ഹിന്ദു സഹോദരന്മാരെല്ലാം ശ്രദ്ധിച്ച് കേട്ടോളൂ. അപ്പോ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കണേ വെച്ചാൽ, ഞങ്ങളിപ്പോ പറഞ്ഞല്ലോ ഒരു 200ഓളം ലവ് ജിഹാദ് കേസുകളെ ഞങ്ങൾ ഇടപെട്ട് നേരെയാക്കിയിട്ടുണ്ട് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ ഞങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് എന്താ വെച്ചാൽ, മിക്ക സന്ദർഭങ്ങളിലും ഈ വശീകരിക്കാൻ വരണ മുസ്ലിം ചെക്കന്മാർ ബൈക്കിലാണ് വരണേ. അവർക്കൊരു വാഹനമുണ്ട് സ്വന്തമായിട്ട്. അപൂർവമായിട്ട് ചിലപ്പോൾ അവർക്ക് കാറുണ്ട് കയ്യില്. പക്ഷെ പ്രധാനമായിട്ട് ബൈക്ക് തന്നെയാണ് അവരുടെ കയ്യില്. അപ്പോ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ഹിന്ദു സഹോദരന്മാർക്ക് പലപ്പോഴും ബൈക്കില്ല. അതാണ് വാസ്തവം. സാമ്പത്തികമായിട്ട് നമ്മൾ അത്ര നല്ല സ്ഥിതിയിലല്ല. അപ്പൊ നമ്മുടെ സഹോദരന്മാർ പലപ്പോഴും ബസ്സിലൊക്കെയാണ് യാത്ര. അപ്പോ മുസ്ലിം ചെക്കന്മാരോ അവരെപ്പോഴും ബൈക്കിലും കാറിലൊക്കെയാണ് യാത്ര. എന്ന് വെച്ചിട്ട് അവർക്ക് വലിയ ഉദ്യോഗം ഒന്നുമില്ല അവർക്ക്. എന്താ വെച്ചാൽ അവരുടെ ആരൊക്കെയോ ഗൾഫിൽ നിന്ന് ഇങ്ങനെ കാശ് അയക്കുന്നുണ്ട്. അപ്പൊ അവര് ഗൾഫിൽ എന്തോ കള്ളപ്പണോ കള്ളനോട്ടോ അങ്ങനെ എന്തൊക്കെയാണ് അവരുടെ പരിപാടി. അപ്പൊ അങ്ങനെ പരിപാടി ചെയ്തിട്ട് കാശ് ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. ആ കാശും കൊണ്ടാണ് ഇവരിവിടെ ലവ് ജിഹാദ് നടത്തുന്നത്. മാത്രമല്ല ഓരോ ഹിന്ദു സഹോദരിയെ വശീകരിച്ചാലും അവർക്ക് എത്രയോ ലക്ഷം രൂപ കിട്ടുന്നുണ്ടത്രേ. അങ്ങനെയൊക്കെയാണ് ലവ് ജിഹാദ് ഇങ്ങനെ പടരണേ ഇവിടെ. അപ്പൊ ആ കാശ് കൊണ്ടാണ് അവർ ബൈക്ക് വാങ്ങിക്കണു, ഇങ്ങനെ ചെത്തി നടക്കണു. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാരിങ്ങനെ വീണു പോകണം അതില്. അപ്പൊ ഇത് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മള് ബാങ്കുകളോട് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് ഹിന്ദു സഹോദരന്മാർക്ക് ബൈക്ക് വാങ്ങിക്കാൻ പ്രത്യേക ലോൺ അനുവദിക്കണം എന്ന് നമുക്കൊരു ആവശ്യമുണ്ട്. അത് ബാങ്കുകളെ നമ്മൾ സമീപിച്ച് നമ്മൾ വേണ്ട നടപടികൾ ചെയ്യണം. അതാണ് ഞങ്ങളുടെ ഒരു ഒന്നാമത്തെ നിർദ്ദേശം. രണ്ടാമത്തെ എന്താ വെച്ചാൽ, ഞങ്ങൾ ഇതേപോലെ ഗവേഷണം നടത്തിയപ്പോൾ മനസ്സിലാക്കണം എന്താ വെച്ചാൽ, നമ്മുടെ സഹോദരിമാര് വഴിതെറ്റിപ്പോവാൻ ഒരു പ്രധാന കാരണം സിനിമകളാണ്. ഈ സിനിമയും ടിവിയും ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ അങ്ങോട്ട് ദുഷിപ്പിക്കുകയാണ്, നമ്മളെ വഴിതെറ്റിക്കുകയാണ്, പ്രലോഭിപ്പിക്കുകയാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. ഉദാഹരണം, നമ്മുടെ സിനിമാ നടന്മാരുടെ കാര്യം എടുക്കാം. ഇന്നത്തെ പ്രസിദ്ധരായിട്ടുള്ള പല സിനിമാ നടന്മാരും ശരിക്കും മുസ്ലിങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ അത് ആലോചിക്കേണ്ട ഒരു കാര്യമാണത്. അതായത് ഇപ്പൊ ദുൽഖർ സൽമാൻ മുസ്ലിമാണ്. അതേപോലെ ഫഹദ് ഫാസിൽ അതും മുസ്ലിമാണ്. അപ്പൊ ഇങ്ങനെ പേര് കേട്ട പല നടന്മാരെല്ലാം മുസ്ലിമാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ. നിവിൻ പാളി അത് ക്രിസ്ത്യാനിയാണ് തോന്നുന്നു. അതേപോലെ കുഞ്ചാക്കോ ബോബൻ ക്രിസ്ത്യാനിയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കൾ ആരും ഇല്ല നടന്മാരെ, ഒക്കെ ക്രിസ്ത്യാനി മുസ്ലിമാണ്. അപ്പോ ഇവരെയും കണ്ടിട്ടാണല്ലോ നമ്മുടെ സഹോദരിമാരിങ്ങനെ വളരണത്. അപ്പോ അവരോടൊരു താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? അപ്പോ അവർക്കൊരു ധാരണയുണ്ട്,
മുസ്ലിം ചെക്കന്മാരെ കാണാൻ കൊള്ളാം എന്നൊരു ധാരണ അവർക്കുണ്ട്. അത് തീർത്തും തെറ്റാണ്. നമ്മുടെ ഹിന്ദു നടന്മാർ എത്രയോ നല്ല ആൾക്കാരുണ്ട്, പക്ഷെ അവർക്ക് അവസരം കിട്ടുന്നില്ല എന്നാണ് വാസ്തവം. അപ്പോ ഉദാഹരണം, എനിക്ക് വളരെ സങ്കടം വന്ന കാര്യം എന്താ വെച്ചാൽ, അടുത്ത കാലത്ത് ബാംഗ്ലൂർ ഡേയ്സ് എന്നുള്ള സിനിമ ഞാൻ കാണാനിടയായി. അത് ബാംഗ്ലൂരിൽ പോയിട്ട് ജോലി ഇരിക്കണ ഓരോ ചില ചെറുപ്പക്കാരുടെ എന്തൊക്കെയോ കഥയാണ്. കഥയൊന്നും വലിയ ഗുണമില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എന്നാലും അതെനിക്ക് സങ്കടം വന്ന എന്താ വെച്ചാൽ, ആ സിനിമയുടെ ഡയറക്ടർ ഒരു നല്ല നായർ തറവാട്ടിൽ വരുന്ന സ്ത്രീയാണ്, അഞ്ജലി മേനോൻ. നല്ല തറവാട്ടിലത്തെ സ്ത്രീയാണ്. പക്ഷെ എന്താ ചെയ്യുക, നടന്മാരെ വെച്ചേക്കണൊക്കെ ക്രിസ്ത്യൻ മുസ്ലിം നടന്മാരെയാണ്. അവർക്ക് എന്ത് ഹിന്ദു നടന്മാരെ വെച്ച് എന്താ കുഴപ്പം? ഇതൊരു വളരെ നാണം കെട്ട പരിപാടിയാണത്. അപ്പൊ ഈ സഹോദരി, ഇപ്പൊ ഈ പറഞ്ഞ ഡയറക്ടർ സ്ത്രീ, അവരാലോചിക്കണം. അവരുടെ ഈ തെറ്റായിട്ടുള്ള നയം കാരണം നമ്മുടെ എത്രയോ ആയിരക്കണക്കിന് സഹോദരിമാര് ഇങ്ങനെ വഴിതെറ്റി പോകാൻ പോവാണ്. അപ്പൊ ഇതിനെതിരെ നമ്മുടെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണ്ടേ? ഇങ്ങനൊന്നും പാടില്ല. നമ്മുടെ എല്ലാ സിനിമകളിലും ഹിന്ദുക്കൾ, ഇപ്പൊ കേരളത്തിലെ 80% ഹിന്ദുക്കള്, അതുപോലെ എല്ലാ സിനിമകളിലും നടന്മാര് ഹിന്ദുക്കൾ ഒരു 80% വേണ്ടേ? ഒരു സംവരണം പോലെ വേണ്ടേ നമുക്ക്? അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു നിർദ്ദേശം. ഇനി മൂന്നാമത്തെ കാര്യം എടുക്കാം. മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഇത് ഞങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, നമ്മുടെ ചില പുരാണങ്ങളിൽ പറയുന്ന ചില കാര്യങ്ങള് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് വരുത്തണത്. ഉദാഹരണം, ഇപ്പൊ നമ്മുടെ ഭഗവാൻ കൃഷ്ണന്റെ ചരിത്രത്തില് ഈ രാസക്രീഡ എന്നൊരു ഇതുണ്ടല്ലോ. അതായത് ഭഗവാൻ കൃഷ്ണൻ ഗോപികമാരോടൊപ്പം ഇങ്ങനെ രാസക്രീഡയിൽ ഏർപ്പെട്ടു എന്നൊക്കെയാണല്ലോ പറയണേ. അത് ശരിക്ക് അതിന്റെ യഥാർത്ഥ അർത്ഥം വളരെ നല്ല അർത്ഥമാണ്. അതായത് ഭഗവാനും ഭക്തന്മാരും തമ്മില് ഭക്തിയോഗം ഉണ്ടായിരിക്കണം, നമുക്ക് ഭക്തി വേണം, ഭഗവാനിൽ എല്ലാം സമർപ്പിക്കണം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അത് നല്ല അർത്ഥം തന്നെയാണത്. പക്ഷെ ഈ ചെറിയ പ്രായത്തിലുള്ള പിള്ളേരത് വായിക്കുമ്പോൾ അവർക്ക് തെറ്റിദ്ധാരണയാണ് പറഞ്ഞത്. അതായത് ഈ ഭഗവാൻ കൃഷ്ണന് ഈ സ്ത്രീകളോടൊപ്പം ഇങ്ങനെ രാസക്രീഡ ചെയ്യാമെങ്കിൽ എന്താ തങ്ങൾക്കും മറ്റുള്ള ചെക്കന്മാരോടൊപ്പം രാസക്രീഡ ചെയ്തുകൂടെ എന്നൊക്കെ ചില സഹോദരിമാർ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കേണ്ടായിരിക്കും. അത് വളരെ വളരെ മോശമാണല്ലോ. അത് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അപ്പോ നമ്മുടെ പുരാണങ്ങൾ പലതും വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് ഒരു ചെറിയൊരു നാണക്കേട് തോന്നും. ഉദാഹരണം, നമ്മുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയാണല്ലോ നാരായണീയം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഉണ്ടാക്കിയതാണ്. അപ്പൊ അതില് രാസക്രീഡയ്ക്ക് വലിയൊരു അധ്യായം തന്നെ ഉണ്ട്. അതില് നിങ്ങളെല്ലാരും കേട്ടായിരിക്കും, കേശപാശധൃത പിഞ്ചിക വിതതി സഞ്ചലൻ മകരകുണ്ടലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള ഗാനാണല്ലോ. പക്ഷെ അതൊക്കെ ഈ പുരാണത്തിൽ പറയേണ്ട വല്ല കാര്യമുണ്ടോ? നമുക്ക് ഭക്തിയെക്കുറിച്ച് പറഞ്ഞാൽ പോരെ, ഭഗവാനെ പ്രാർത്ഥിച്ച പോരെ, എന്തിനാ ഈ രാസക്രീഡയ്ക്ക് ഇതിൽ പറയണേ? അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരികയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അപ്പോ ഈ രാസക്രീഡ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ശരിയല്ല. ഈ ഭഗവാൻ കൃഷ്ണൻ ഭഗവാനാണെങ്കിലും ഈ കല്യാണം കഴിയാത്ത ഈ ഗോപികുമാരോടൊപ്പം ഇങ്ങനെ അഴിഞ്ഞാടുന്നത് ശരിയാണോ? അതൊരു ശരിയല്ലാത്ത നടപടിയാണത്. ഇപ്പൊ തെറ്റ് കണ്ടാൽ തെറ്റാന്ന് നമ്മൾ പറയേണ്ടത്. ഭഗവാനാണ് ചെയ്യുന്നത് തെറ്റാത്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പാടോ അത്? അപ്പോ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ആരെങ്കിലും ഒരാള് കുറെ സ്ത്രീകളോടൊപ്പം ഇങ്ങനെ അഴിഞ്ഞാടിക്കും, നമ്മൾ എന്താ ചെയ്യുക? ഉടനെ നമ്മൾ പോയി തല്ലി നേരെയാക്കില്ലേ? ഇതൊന്നും നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത്. അപ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ കുട്ടികൾ പഠിക്കുന്ന ഓരോ പുസ്തകങ്ങളില് ഈ രാസക്രീഡ പോലെയുള്ള അധ്യായങ്ങൾ ചേർക്കരുത്. അത് പ്രായപൂർത്തിയാവട്ടെ, വലുതാകുമ്പോൾ അവർക്ക് പഠിച്ച് മനസ്സിലാക്കിക്കോളും. അപ്പൊ കുഴപ്പമില്ല. ഈ കുട്ടിക്കാലത്ത് വേണ്ടെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേപോലെ ഗീതാ ഗോവിന്ദം എന്നൊരു സംഭവമുണ്ട്. അത് നമ്മുടെ വടക്കേന്ത്യയിലെ ഏതോ ഒരു ജയദേവൻ എന്നിട്ടുള്ള ഒരു വലിയൊരു പണ്ഡിതൻ എഴുതിയ കൃതിയാണ്. അത് മുഴുവൻ ഇതുപോലെ അസഭ്യമാണ്. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇനി അടുത്തത്, ഞങ്ങളുടെ അഭിപ്രായത്തില് പെൺകുട്ടികൾ 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിയുന്നത് വരെ വീട്ടിൽ നിന്ന് പുറത്തേക്കുള്ള പോക്ക് ഒത്തിരി ശ്രദ്ധിക്കണം. അവരെന്തിനാ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോണേ? വീട്ടിലിരുന്നാ പോരെ. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പാചകം ചെയ്യാം, തുണികൾ തുന്നാം, വീട്ടിൽ പൂന്തോട്ടം ഉണ്ടാക്കാം, പശുവിനെ പാലിക്കാം, അങ്ങനെ എന്തെല്ലാം നല്ല 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 പണികളൊക്കെ ചെയ്യാൻ അവർക്ക് വീട്ടില്. അതൊന്നും ചെയ്യാതെ ഇങ്ങനെ പുറത്തുപോയി കറങ്ങി നടന്നു കഴിഞ്ഞാൽ പല പല പ്രലോഭനങ്ങൾ ഉണ്ടാവുകയല്ലേ ചെയ്യുള്ളൂ. അപ്പോ നമ്മളത് മാതാപിതാക്കളും സഹോദരന്മാരെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോ പ്രത്യേകിച്ച് നിർബന്ധം ഇല്ലെങ്കിൽ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകരുത്. ചിലർ പറയും ഞങ്ങൾക്ക് പഠിക്കാൻ പോകണമെന്നൊക്കെ പറയും. പക്ഷേ ഈ പെൺകുട്ടികൾ പഠിച്ചിട്ട് എന്തുണ്ടാക്കാനാ? കളക്ടറാവാൻ പോകണം അവര്. അവർക്ക് പഠിക്കണമെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞ് പോയാൽ പോരെ. എന്തിനാ ഇപ്പോഴേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പല പല പ്രശ്നങ്ങളുണ്ടാവും, ലവ് ജിഹാദ് ഉണ്ടാവും, പല പ്രശ്നങ്ങൾ വരില്ലേ. അപ്പൊ നമ്മൾ ഇത്തിരി കൂടി കരുതൽ വെക്കുകയാണ് വേണ്ടത്. പിന്നെ അടുത്തത്, ഇപ്പൊ ഞങ്ങളുടെ ഈ ലവ് ജിഹാദ് ഹെൽപ്പ് ലൈൻ ഉണ്ടല്ലോ ഫോണില്. അപ്പൊ എവിടെയെങ്കിലും ലവ് ജിഹാദ് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും
ഫോൺ വിളിച്ച് പരാതി പറയാം, അപ്പൊ നിങ്ങൾ ഉടനെ നടപടിയെടുക്കും. അങ്ങനെ പറയുന്ന ഫോണിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താ വെച്ചാൽ ഈ മുസ്ലിം ചെക്കന്മാർ എപ്പോഴും ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ചീകി കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഗമയിൽ കറങ്ങി നടക്കുകയാണെന്നാണ് പറയണേ. അപ്പോ ഞങ്ങളുടെ ഹിന്ദു സഹോദരന്മാർ ചോദിക്കാൻ, ഞങ്ങൾക്കൊരു കൂളിംഗ് ഗ്ലാസ് ഇല്ലല്ലോ, അത് കിട്ടാൻ എന്താ പരിപാടി? ഇപ്പൊ ഞങ്ങളിപ്പോ അച്ഛന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കാശ് തരില്ല. അവര് എന്തിനാ നിനക്ക് കൂളിംഗ് ഗ്ലാസ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതൊരു വാസ്തവം പറഞ്ഞാൽ അതൊരു കാര്യം തന്നെയാണ്. അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ആലോചിക്കണം എന്താ വെച്ചാൽ സഞ്ജീവനി മുൻകൈ എടുത്തിട്ട് ഞങ്ങളുടെ തൃശ്ശൂർ ചാലക്കുടി ഭാഗത്ത് ഞങ്ങളൊരു 500ഓളം ചെറുപ്പക്കാർക്ക് ഞങ്ങളൊരു ഒരു ഒരു ഫാഷൻ കിറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. അതായത് ഈ പറഞ്ഞ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ടായില്ല. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ കുറച്ചും കൂടി ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ശരിയായ രീതിയിൽ നടക്കട്ടെ. അപ്പോൾ ഈ നമ്മുടെ സ്ത്രീകൾക്കും ഈ ലവ് ജിഹാദിനോടുള്ള ഈ താല്പര്യം ഇത്തിരി കുറയട്ടെ. അപ്പൊ അതൊന്നും നമുക്ക് ചെയ്യണം. പിന്നെ അടുത്തത്, നമ്മുടെ നാട്ടുകാർക്കും വളരെ ശക്തമായ ഒരു കാര്യം ചെയ്യാനുണ്ട്. അതായത് പെൺകുട്ടികൾ മൊബൈൽ ഫോൺ കൊണ്ട് നടക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. പല ലവ് ജിഹാദിന്റെയും തുടക്കം എന്താ വെച്ചാൽ പെൺകുട്ടികളെ ഈ പറഞ്ഞ മുസ്ലിം ചെക്കന്മാര് ഫോണിൽ സമീപിക്കുകയാണ്. അങ്ങനെയാണ് ഈ പല തെറ്റായ പ്രലോഭനങ്ങളും വരണത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് വെച്ചാൽ പെൺകുട്ടികൾക്ക് ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹൈസ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഫോൺ കൊടുക്കരുത്. ഫോൺ കൊടുത്താൽ വിപത്താണ്, ഭയങ്കര പ്രശ്നം വരാൻ പോണേ. അവർക്ക് എന്തെങ്കിലും ഫോൺ വിളിക്കണമെന്ന് വെച്ചാൽ അടുത്തുള്ള ഫോൺ ബൂത്തിൽ വിളിച്ചുകൂടെ അവർക്ക്, അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്ത് വിളിക്കാലോ. എന്തിനാ അവരുടെ കയ്യിൽ ഇങ്ങനെ ഫോൺ? അപ്പോ നമ്മൾ മുൻകരുതൽ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ഫോൺ. അടുത്തത്, പൊതുജനത്തിന് നിർണായകമായിട്ടുള്ള പങ്കുണ്ട് പറഞ്ഞല്ലോ. അതെന്താ വെച്ചാൽ എവിടെയെങ്കിലും സംശയകരമായ രീതിയിൽ ഏതെങ്കിലും മുസ്ലിം ചെക്കന്മാർ ഇങ്ങനെ കറങ്ങണമെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും, അതും പ്രത്യേകിച്ച് സ്ത്രീകളോടൊപ്പം ഇങ്ങനെ സംസാരിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും പോലീസിനെ ഉടനെ വിളിച്ചറിയിക്കണം. ഈ കാര്യത്തിലൊക്കെ നമ്മുടെ കേരള പോലീസ് വളരെ ശക്തമായ പരിപാടി എടുക്കും. അവർ പെട്ടെന്ന് വരും, അവർ വന്നിട്ട് കുഴപ്പമുണ്ടാക്കണതൊക്കെ തല്ലി ഓടിക്കും, വേണ്ട പരിപാടികളൊക്കെ അവർ ചെയ്യും. ഇപ്പൊ നമ്മുടെ പോലീസിനോട് കൊലപാതകം നടന്നു പറഞ്ഞാൽ അവർ പെട്ടെന്ന് വരുന്നില്ല. അവരിങ്ങനെ സമയം പോലെയൊക്കെ വരുള്ളവര്. അല്ലെങ്കിൽ മോഷണം നടന്നു പറഞ്ഞാൽ അവർ ചിലപ്പോൾ വരുന്നില്ല. പക്ഷേ സദാചാര ലംഘനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവർ ഉടനെ ഓടി വരും. അതൊരു നല്ല കാര്യം തന്നെ നമ്മുടെ പോലീസിന്റെ. അത് നമ്മൾ അഭിനന്ദിക്കാതെ വയ്യ. അപ്പോ നമ്മളത് ശരിക്ക് മുതലെടുക്കണം. അതായത് മുസ്ലിം ചെക്കന്മാരെ എവിടെ കണ്ടാലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. അവർ സംസാരിക്കാൻ ഉടനെ പോലീസിനെ വിളിക്കുക. പിന്നെ അടുത്തത്, ഇപ്പൊ പോലീസിനെ വിളിച്ചിട്ട് ഫലമില്ലെങ്കിലോ, അപ്പൊ എന്താ നമ്മൾ ചെയ്യണ്ടേ? അപ്പൊ ഞങ്ങൾ പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും സഞ്ജീവനെ വിളിക്കുക. ഇപ്പൊ ഞങ്ങളുടെ വെബ് പേജ് ഉണ്ട്, ഇന്റർനെറ്റ് പേജ് ഉണ്ട്. അതിന്റെ പേര് സഞ്ജീവനി, എന്താണ് പറയാ, ഈ വരയുണ്ടല്ലോ, വരയ്ക്ക് ഡോട്ട് അല്ല, എന്താണ് പറയാ, ഡാഷ്, സഞ്ജീവനി -കേരള.com അതാണ് ഞങ്ങളുടെ ഇന്റർനെറ്റ് പേജ്. ആ ഇന്റർനെറ്റ് പേജിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫോൺ നമ്പറും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ ഞങ്ങളെ സമീപിക്കുക, വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ ഉടനെ പരിപാടി എടുക്കാം. അല്ലെങ്കിൽ ഹനുമാൻ സേനയെ വിളിക്കുക. ഇപ്പൊ കേരളത്തിൽ ശരിക്ക് ലവ് ജിഹാദിനെതിരെ പൊരുതാൻ ഇപ്പൊ ശരിക്ക് ഹനുമാൻ സേനയും സഞ്ജീവനിയും മാത്രമേ ഉള്ളൂ ശരിക്കും ഇപ്പോൾ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ച് പറയാം. ഞങ്ങൾ തീർച്ചയായിട്ടും ഉടനെ നടപടിയെടുക്കും. ഞങ്ങളുടെ മുളവടിയും വടിവാളും അങ്ങനെ വേണ്ടത്ര സാമഗ്രികളൊക്കെ ഞങ്ങൾ പെട്ടെന്ന് വരും. ഞങ്ങൾ വേണ്ട രീതിയിൽ ആൾക്കാരെയൊക്കെ കൈകാര്യം ചെയ്തോളാം. അപ്പോൾ യാതൊരു പ്രശ്നമില്ലാതെ ലവ് ജിഹാദ് ഞങ്ങൾ തടയും ഞങ്ങൾ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. പിന്നെ അവസാനത്തെ കാര്യം, അപ്പൊ ഞങ്ങളുടെ 10ാമത്തെ നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, കേരള സർക്കാർ പലപ്പോഴും നമ്മൾ പല പ്രാവശ്യം നമ്മൾ പരാതി കൊടുത്തിട്ടും ലവ് ജിഹാദിനെതിരെ അവരൊന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല. അത് വളരെ ഒരു പ്രശ്നം തന്നെയാണത്. ഈ നമ്മുടെ ഹിന്ദു സമൂഹം എങ്ങനെ തകർക്കാമെന്നാണ് ഈ പിണറായി സർക്കാർ ശ്രമിക്കുന്നത്. അപ്പോ നമ്മളെ കൊണ്ടാവുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കൊരു പ്രശ്നം തന്നെയാണ് ഈ പിണറായി സർക്കാർ. അപ്പൊ നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, കഴിവതും വേഗം കേന്ദ്ര സർക്കാരിനെ നമ്മൾ സ്വാധീനിച്ചിട്ട് കേരള സർക്കാരിനെ, പിണറായി സർക്കാരിനെ നമ്മൾ പുറത്താക്കാൻ നോക്കണം. അപ്പൊ അതിന് ഭരണഘടനയിൽ അതിൽ 370 വകുപ്പാണല്ലോ അതിന് പറയണേ. അപ്പോൾ ഇവര് ഇനിയും ലവ് ജിഹാദ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ മോദിജിയോട് അഭ്യർത്ഥിച്ചിട്ട് പിണറായി സർക്കാരിനെ നമ്മൾ പുറത്താക്കാൻ നോക്കണം. അങ്ങനെ നോക്കിയിട്ട് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കൊരു രക്ഷയുണ്ട്. അപ്പോ അതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഇപ്പോൾ ഈ പിണറായി സർക്കാർ നമ്മളെ അനുകൂലിക്കുന്നില്ലല്ലോ, അതാണ് പ്രശ്നം. അപ്പോൾ ഇതിനെതിരെ പൊതുജന അഭിപ്രായം രൂപീകരിച്ചു വരണം. നമ്മളെല്ലാം ശക്തമായിട്ട് നമ്മുടെ പ്രതിനിധികളോട് പറയണം.
എല്ലാവരും രാഷ്ട്രീയക്കാരോട് അഭ്യർത്ഥിക്കണം, എന്നാലേ നമുക്ക് ഇതിന്റെ ഒരു മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഈ ലവ് ജിഹാദ് തടയാനുള്ള 10 ശക്തമായ നടപടികൾ. അപ്പോ എല്ലാവരും ഇത് വേണ്ട രീതിയിൽ ആലോചിച്ച് വേണ്ടത് എന്താ വെച്ചാൽ ചെയ്തോളൂ. പ്രത്യേകിച്ച് ഹിന്ദുക്കൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ അവഗണിക്കരുത്, നമ്മൾ ഉണർന്നിരിക്കുക തന്നെ വേണം. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.